ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയിലത്തെ വിശേഷമാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാൻ പെരുന്നാളിൻ്റെ ഓരോ ദിവസങ്ങൾ പറഞ്ഞാണ് നമ്മൾ പെരുന്നാൾ ദിവസം വരെ എത്തിയത്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പക്ഷേ ലൈറ്റും കാര്യങ്ങളൊന്നും ഊരിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെരുന്നാൾ കഴിഞ്ഞു എന്നൊരു തോന്നലില്ല. പിന്നെ ഇന്ന് ഉച്ച വരെ നമ്മൾ ബാക്കി വന്ന ഫുഡായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റി. ഒന്നോർക്കുമ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടോ. അങ്ങനെ കുറച്ച് ശരിക്കും രണ്ടാൾക്കുള്ള ഫുഡ് ബാക്കി വന്നുള്ളൂ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വതവേ ഭക്ഷണം എല്ലാവരും വളരെ കുറവാണ് കഴിക്കുക. അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല അങ്ങനെ കഴിക്കണവർ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മിക്കവാറും എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ബിരിയാണി വാങ്ങിച്ചിട്ട് 5 ആൾ കഴിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അത്രയേ കുറേശ്ശേ കഴിക്കാറുള്ളൂ. ഞാനൊട്ടും കഴിക്കാറില്ല. അപ്പം അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ പെരുന്നാളിൻ്റേതായ ഒരു ബഹളങ്ങളും ഇല്ല, എല്ലാം കഴിഞ്ഞു കേട്ടോ. എല്ലാ വശവും ക്ലീൻ ചെയ്തു. ഒരു ഒരു അണ്ടച്ചിണ്ടകളും കാര്യങ്ങളും ഒന്നുമില്ലാത്ത രീതിയിലായി. അപ്പോൾ കണ്ട ലൈറ്റ് കിടക്കണ കിടപ്പ് കണ്ട് പോയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ലിപ്സിന് നേരം കിട്ടിയിട്ടുണ്ടാവില്ല. ഇത്രയും സ്ഥലത്ത് ഇട്ട പോലെ അതേ സ്പീഡിൽ ഇറക്കുകയും ഊരുകയും വേണ്ടേ. കെട്ടണേക്കാളും ബുദ്ധിമുട്ടാണ് ഊരാനും. അപ്പോൾ അങ്ങനെ ആ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഡാഡി രാവിലെ പേപ്പർ വായിക്കണം ആകുമ്പോൾ ഇവിടെ സഖാവ് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്നെ കണ്ട വഴിക്ക് ഓടി വരികയാണ്. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഒളിച്ച് കളിക്കും എപ്പോഴും കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂടെ മാത്രമല്ല, എല്ലാവരുടെയും കൂടെ ഒളിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിക്കപ്പൂ പറഞ്ഞിട്ട് കളിക്കും. അവൻ്റേതായ കുറേ ഭാഷയിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പാച്ചു ലുലു പോവാന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടില്ല. അവൻ നിമിഷകവിയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ അത് വെച്ച് അവൻ പാട്ടുണ്ടാക്കും. അതവിടെ ഞാൻ എപ്പോഴും പറയും, ആൻസൻ്റെ മമ്മിക്ക് ആ ഒരു കഴിവുണ്ട്. ആൾ മറ്റേ പാട്ടൊക്കെ എഴുതി റെക്കോർഡ് ചെയ്ത് കാസറ്റ് CD ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ പറയും, ആ ഒരു കഴിവ് കിട്ടിയിട്ടുള്ളത് പാച്ചുവിന് കിട്ടിയിട്ട് തോന്നുന്നുണ്ടെന്ന് പറയും. കാരണം നിമിഷകവിന്ന് ഞാൻ കളിയാക്കി പറയും, നിമിഷകവിന്ന്. അപ്പോൾ അത് കേട്ടിട്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് റീൽസിലെന്തോ കണ്ടിട്ട് തോമും എപ്പോഴും അത് വെച്ച് കേൾക്കും. അത് കേട്ട് ഇപ്പോൾ എന്തായി, പാച്ചു ലുലുവിൽ പോകാമെന്നുള്ള പാട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ പാടി തുടങ്ങിയിട്ടോ. അങ്ങനെ രാവിലെ ഇന്ന് ദോശയും ചമ്മന്തിയായിരുന്നു. അപ്പോൾ ലീലാമ്മയും ഡോണും ആദ്യമേ കഴിച്ചു. ഞാൻ എപ്പോഴും അവസാനം കഴിക്കുന്ന ആളാട്ടോ. എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ എണീറ്റ വഴിക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ദോശയും ചമ്മന്തിയാണ്. അപ്പോൾ തോമുവിനെ കൊണ്ടാക്കണോട് കൂടിയിട്ടാണ് ലീലാമ്മ പോകണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചാക്കോച്ചൻ പോകാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുകയാണ് കൂടെ പോകാനായിട്ട്. അപ്പോൾ സാരി മാറി ഇറങ്ങണ കണ്ടപ്പോൾ ആൾക്കും മോനും പോകണമെന്നൊരു പൂതി. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു, തൽക്കാലം കാറിൽ കയറ്റി അവിടം വരെ കൊണ്ടുപോകും, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അവനെ സംബന്ധിച്ച് അങ്ങനെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവൻ അവിടം വരെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരും. അങ്ങനെ തോമ്പ് നോക്കുകയാണ്. അപ്പോൾ ചാക്കോച്ചൻ ഇപ്പം എടുക്കുക എന്നെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അവസാനം ലീലാമിച്ച് എടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. വണ്ടിയിലൊക്കെ കയറി അവിടം വരെ എത്തിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. സാധാരണ ലീലാമിച്ച് രാവിലെ പുലർച്ചെ നല്ലോണം രാവിലെ പോവാറ്. അതാണ് ശരിക്കും യാത്രയ്ക്കും സുഖം. പക്ഷേ ചാക്കോച്ചൻ ഇന്നലെ രാത്രിയിലൊന്നും ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഇവൻ എണീക്കാനായിട്ട് കുറേ ലേറ്റായി, 7:45. അപ്പോൾ ലീലാമിച്ചിയുടെ കൂടെയാണ് അവൻ കിടന്നുറങ്ങുക. അപ്പോൾ എണീക്കാൻ ലേറ്റായപ്പോൾ പിന്നെ അവൻ്റെ ഉറക്കം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് മൂപ്പര് അവിടെ കിടന്നു. അപ്പോൾ അതുകൊണ്ട് ലേറ്റായി. അതുകൊണ്ട് തന്നെ എത്തുമ്പോൾ 3:30 എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ രാവിലെ ഇറങ്ങുകയാണെങ്കിൽ കറക്റ്റ് ഉച്ചയ്ക്ക് മുമ്പായിട്ട് സ്വസ്ഥമായിട്ട് പോയിട്ട് ഒന്ന് ഉച്ചയ്ക്ക് കിടന്നുറങ്ങാം. ഇതിപ്പോൾ ഒന്നുമല്ലാത്ത നേരത്താണ് എത്തിയത് ഇന്ന് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ പിണ്ടി ആരാ അത് നാളെ മറ്റന്നാളായിട്ട് എങ്ങാനും ഊരണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ട് പോലുമില്ല. പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരേ ഭാഗം ക്ലീൻ ആവണുള്ളൂ. അപ്പോൾ അങ്ങനെ ഭാഗം ക്ലീൻ ആക്കണതിൻ്റെ അല്ല കേട്ടോ, ഞങ്ങൾക്ക് ഈ 2-3 ദിവസത്തെ ബിസിനസ്സും കാര്യങ്ങളും പെൻഡിങ്ങിൽ വന്ന കാരണം അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഡിവൈനെ സംബന്ധിച്ച് ഇന്നലെയും ഇന്നും ലീലാമിച്ച് ഉണ്ടായിരുന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഡിവൈൻ്റെ തീർത്തു. ഡിംപിളും ഒരുവിധമൊക്കെ കഴിച്ചു വെച്ചിട്ടാണ് പോയത്. പിന്നെ ബാക്കി എന്നെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട് മൂപ്പരേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇനി എല്ലാ ദിവസവും രാവിലെ ഞാൻ തന്നെ നനയ്ക്കാമെന്ന് വിചാരിച്ചു. അതായത് രാവിലത്തെ ആ ബ്രേക്ക്ഫാസ്റ്റും ഓർഡർ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഇൻ്റർവെൽ വെച്ച് ഞാൻ തന്നെ ചെടികളൊക്കെ നനയ്ക്കാമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിരിക്കുക. അപ്പോൾ മുമ്പ് എപ്പോഴും ഞാൻ തന്നെയാണ് നനച്ചിരുന്നത് കേട്ടോ. പണ്ടൊക്കെ അതായത് എനിക്ക് ഏത് കാലം തൊട്ടും 50-60 ചെടികളുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴായാലും വാടക വീട്ടിലായാൽ പോലും ഞാൻ ചെടികൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല.
പക്ഷേ ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു ഡിംപിളുടെ പ്രസവം വരെ ഞാൻ നോക്കിയായിരുന്നു. മറിയാമ്മ പോകുന്നത് വരെ കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വന്നതോടുകൂടി കുറേ സംഭവം പോയി. പിന്നെ എന്താ പറയുക, ഓരോരുത്തർ വന്നെങ്കിലും അതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ആർക്കും പറ്റിയില്ല കേട്ടോ. പിന്നെ ഒന്ന് പിടിച്ചു വന്നത് വസന്തേച്ചി വന്നപ്പോഴാണ്. പക്ഷേ വസന്തേച്ചി ആ 2 മാസത്തെ കഴിഞ്ഞ് പോയോടുകൂടി ഉള്ളതും കൂടി ഇല്ലാണ്ടായി എന്ന് പറയാമല്ലോ, അങ്ങനെ അങ്ങോട്ടായിപ്പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ചെടികൾ മുഴുവൻ അക്കിക്ക് കൊടുത്തയച്ചത്. പെട്ടി ഓട്ടോറിക്ഷ വന്നിട്ട് ചെടികളും മീനിൻ്റെ തൊട്ടി എല്ലാതും അങ്ങോട്ട് കയറ്റി അയക്കി വെച്ചത്. എനിക്ക് സങ്കടം കൊണ്ട് ചെയ്തതാണ്. ഇപ്പോഴും ഇതേ കണ്ടില്ലേ. അപ്പോൾ ഇന്നലെ ജിജോൻ്റെ അവിടെ നിന്ന് കുറേ ചെടിയൊക്കെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഇനി ഞാൻ നനച്ചാൽ എന്നെ ശരിയാവുള്ളൂ. നമ്മൾ എന്നും ഇങ്ങനെ നനയ്ക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അപ്പാപ്പം നികത്തി പോവാം. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളും കൂടി ബിസിനസ്സിലേക്ക് ഏർപ്പെട്ടതുകൊണ്ട് കുറച്ചൊരു ആശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഞാൻ തന്നെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇനി ബാക്കിയൊക്കെ എടുക്കണം കേട്ടോ. കുറേ പണികൾ ഇനിയും ബാക്കിയുണ്ട്. എന്നാലും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു 50% ഓക്കെ ആയിട്ടുണ്ട്. ഇനിയും ഉണ്ട് ഒരു 50%. ഇത്ര ചെടികൾ തന്നെ അങ്ങേ സൈഡിലുണ്ട്. അതായത് നമ്മുടെ പട്ടികളുടെ ആ സൈഡിൽ ഇത്രയും ചെടികൾ കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഉഷ്ണം വരുമ്പോൾ നമുക്ക് ഒരു രക്ഷയില്ല. അവിടെ ഡ്രസ്സ് അടിച്ച കാരണം ഭയങ്കര ചൂടാവും. അപ്പോൾ അങ്ങനെ ഇത് പാച്ചൂട്ടൻ്റെ ഫോട്ടോ അയച്ചതാട്ടോ. അവരെനിക്ക് തോന്നുന്നു ഇത് ആസ്റ്ററിലേക്ക് പോയി ഇതിൻ്റെയാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് എന്താണെന്നുള്ളത് ഓർമ്മ മനസ്സിലാവണില്ല. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് വന്ന് അപ്പോഴേക്കും ഫസ്റ്റ് സെക്ഷൻ പോസ്റ്റ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ ആദ്യത്തെ ഒരു സെക്ഷൻ പ്ലേറ്റിങ് കഴിഞ്ഞ് വന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള നെക്ലസ് ആട്ടോ. നല്ല ഭംഗിയുണ്ട്. വളരെ എന്താ പറയുക, ഇവിടെ ഒട്ടി കിടക്കുന്ന, എനിക്ക് മാക്സിമം 1 ഇഞ്ചൊന്നും ഇല്ല, വളരെ ചെറുതാണ്. ഇത് നല്ല മാറ്റ് ഫിനിഷ് ഫ്ലവേഴ്സും നിറച്ച് കല്ലുമായിട്ടുള്ള വേറൊരു പാറ്റേൺ ഡയമണ്ടിൻ്റെ പോലത്തെ ഒരു ഇതാണ് കേട്ടോ. AD സ്റ്റോൺസാണ് ഇത് ഫുള്ള്. അപ്പോൾ നമ്മളുടെ ഇതിലൊക്കെ ഒരുവിധമൊക്കെ AD സ്റ്റോൺസാണ് കേട്ടോ. ഇത് സാൻഡ് സ്റ്റോൺ നിങ്ങൾക്കറിയാലോ, 1 ലെയറും ഉണ്ട്, 2 ലെയറും ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇന്നും സത്യത്തിൽ ഞാൻ മറന്നേക്കാം കേട്ടോ 1 ലെയറിൻ്റെ ഫോട്ടോ എടുക്കാൻ. എപ്പോഴും മറക്കും ഞാൻ. എല്ലാവരും ചോദിക്കും 1 ലെയറിൻ്റെ ഫോട്ടോ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഫോട്ടോ കാണില്ല. കാരണം ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഫോട്ടോ എടുക്കുന്നതോട് കൂടിയിട്ട് അത് പാക്ക് ചെയ്ത് കൈയോടെ പോസ്റ്റ് ചെയ്യും. ഭയങ്കര തിരക്ക് വരുമ്പോൾ നമുക്ക് ഇതിനൊന്നും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. ഈ മാല എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള കമ്മലാട്ടോ. ഇപ്പം നേരത്തെ കാണിച്ചില്ലേ പൂവ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ താഴെയുള്ളത്, അതിന് നല്ല ഭംഗിയുള്ള ഹെവി കമ്മല. ഇത് ഈ പറഞ്ഞ പോലെ നല്ല വളയാണ് കേട്ടോ. മറ്റേ ഇലകൾ ഇത് വൈറ്റ് ആണെങ്കിൽ ഇതിൻ്റെ തന്നെ റൂബിയുണ്ട്. ഒക്കെ നല്ല വളകളാണ്. നല്ല എന്താ പറയുക, കറക്റ്റ് ഗോൾഡിൻ്റെ പണിയുള്ള വളയാണ്. കറക്റ്റ് അതിലുള്ള അതേ ഡിസൈൻ സാധനമാണ് കേട്ടോ. കണ്ടോ, ഇത് റൂബിയാണ്, മറ്റേത് വൈറ്റാണ്. അപ്പോൾ എല്ലാ സൈസും ഉണ്ട് ഇത് കേട്ടോ. എല്ലാ 2, 4, 6, 8, 10 ഒക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിപ്പോൾ പാക്ക് ചെയ്യാനുള്ളതാണ്. പക്ഷേ സാധനം സ്റ്റോക്ക് ഉണ്ട് നമ്മളുടെ കയ്യിൽ. ഇത് പലതരം മാലകൾ, അതായത് മണിമാല, സച്ചിൻ, പിന്നെ ബോക്സ് ചെയിൻ. ഇതൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ എപ്പോഴും പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് പാക്കിങ്ങിൻ്റെ തൊട്ട് മുമ്പാണ് നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കിയിട്ട് പറയുകയും ചെയ്യാമല്ലോ. ഇത് നമ്മുടെ സാൻഡ് സ്റ്റോണിൻ്റെ വളയും അതുപോലെ ഈ പീച്ചിൻ്റെ മാല എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള വളയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന്മേൽ ഡംബൽസിൻ്റെയും പിങ്കാണ്, പിങ്കിൻ്റെ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ 4 or 5 കളറുണ്ട് കേട്ടോ. ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, പിങ്ക്, പിന്നെ വേറൊരു കളറ്, അങ്ങനെ 4-5 കളറുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ നെറ്റ് ബോൾ ചെയിൻ, ഭയങ്കര ഡിമാൻഡാണ് ഇതിന്. ഇത് 5 or 6 പാറ്റേൺ വരുന്നുണ്ട്. അതായത് ഷോർട്ട് ചെയിൻ, പല 3 വലിപ്പത്തിലുള്ള മുത്തും കാര്യമായിട്ട്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റുള്ള, ഏറ്റവും എന്താ പറയുക, കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാ തരം സ്റ്റോൺസും ഉണ്ട്. കണ്ടോ, സാൻഡ് സ്റ്റോൺ, റൂബി, ഗ്രീൻ. 2 ദിവസം മുമ്പ് ഞാനിത് കാണിച്ചു. അതിൻ്റെ പിന്നാലെ എത്ര എണ്ണം പോയി എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. അത്രയും ഡിമാൻഡായിരുന്നു ഈ സാധനത്തിന് കേട്ടോ. ഇതും ഇതിൻ്റെ ഒരു കൊച്ചു സ്റ്റഡും പിന്നെ വളയും ആണ് എല്ലാവരും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഈ ഒരു മാല ഇടുമ്പോൾ ഏത് സ്റ്റഡിനും മാച്ചാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കമ്മലോ വളയോ അതിന് വേണ്ട. ആ മാല ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ അതും നല്ല തരം മുത്തുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് അറിയാം, അത് ഇടുമ്പോൾ അറിയാം അത് ഇത്തിരി വില കൂടിയ സംഭവമാണ്, കണ്ടാൽ തന്നെ അറിയാം. അങ്ങനത്തെ ഒരു മാല അത് കേട്ടോ.
അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് ഇതാണ് കാര്യം എന്നുള്ളത് ഇതാണ് പ്രോഡക്റ്റ് എന്നുള്ളത് മനസ്സിലാവും. പക്ഷേ നിങ്ങളോട് വീണ്ടും വീണ്ടും ഞാൻ പറയണു, അതിൻ്റെ ആ കാണിച്ച വീഡിയോയിലത്തെ ഈ മാല അങ്ങനെ പറയരുത് ദയവ് ചെയ്ത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് പോകുന്നല്ലാണ്ട് ഞാൻ കറക്റ്റായിട്ട് ഏതാണെന്ന് പോലും ചിലപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവില്ല. ഈ കൊന്ത എങ്ങനെയാണെന്ന് വെച്ചാൽ 10 പിടിയാണ് കേട്ടോ. സാധാരണ കൊന്ത എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കഴുത്ത് കൂടി ഇട്ടാലും ഈ മാതാവിൻ്റെ ഈ സംഭവം വന്ന് നമ്മുടെ നെഞ്ചത്ത് കിടന്ന് ചെറുതാണ്. 10 പിടി, ഒരു 8 പിടിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് 10 പിടിയാണ്. അതായത് നല്ല നീളമുള്ളത്. നമ്മുടെ അമ്മാമ്മമാരൊക്കെ മുണ്ടുകുപ്പായൊക്കെ എടുത്തിട്ട് കൊന്തയിട്ട് നടക്കില്ല, ആ കൊന്തയിനത് കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ ഞങ്ങളുടെ മോഡൽ വന്നു. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ മറ്റേ ഓർണമെൻറ്റ്സിൻ്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന അവൻ വരും. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ കാറിനോടൊന്നും വലിയ ക്രേസില്ല. ഇവൻ ഓർണമെൻറ്റ്സിൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ പോയിട്ട് അവൻ ഒരേ ബോക്സ് എടുത്ത് ഇത് വേണോ എന്ന് ചോദിക്കുക. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ഇൻട്രസ്റ്റ്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നല്ല ഹെവി കമ്മലാന്ന് പറഞ്ഞില്ലേ, നല്ല കമ്മലാട്ടോ. മാല സിമ്പിളും കമ്മൽ ഇത്തിരി ഹെവിയാണ്. നല്ല ഒരു സെറ്റാണ്, ഡയമണ്ടിൻ്റെ സെറ്റ്. ഇതൊക്കെ പോയ സെറ്റുകളാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു റീസ്റ്റോക്ക് ചെയ്യാനുണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ കുഞ്ഞു മോഡലാണ്. അപ്പോൾ അവന് ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തത് ഇടണം. തോമു നേരെ വിപരീത. ഒരെണ്ണം ഇടാൻ വിളിച്ച് കഴിഞ്ഞാൽ അവൻ കൂട്ടാക്കില്ല കേട്ടോ. ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേണം എന്ന് പറഞ്ഞിട്ട് എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഓടി നടക്കില്ല പണി. ഇങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാൽ മൂപ്പര് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇലുമിനാറ്റി കിടന്ന് പാടി ബഹളം വെച്ച് ഡാൻസും കളിച്ച് നിൽക്കുക. അവനറിയാം ഇതിട്ടാൽ അതാണ് അതിൻ്റെ സംഭവം എന്നുള്ളത്. അപ്പോൾ കാണാൻ നല്ല രസമാണ്. അപ്പോൾ കുറച്ച് നേരം ഞാനും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഇങ്ങനെയും സമയം കളയും കേട്ടോ. അങ്ങനെ ഓരോ മാലകളും അതെ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴുത്തിലിട്ടിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ. അത് കഴിഞ്ഞ് ചിലപ്പോൾ അപ്പാപ്പനെ കൊണ്ട് കാണിച്ചു കൊടുക്കും, ചിലപ്പോൾ എൻ്റെ അടുത്തേക്ക് വരും, ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ നിന്ന് തരും. അങ്ങനെ പല പോസിലും മൂപ്പര് നിൽക്കും കേട്ടോ. അപ്പോൾ മൂപ്പര് കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഉറങ്ങാൻ പോകണം. അടുത്ത സ്റ്റെപ്പ് അവന് ഉറക്കമാണ്. അപ്പോൾ ഈ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു 2-2.5 മണിക്കൂർ എടുക്കും കേട്ടോ. അക്കിയുടെ അവിടെ പോകുമ്പോഴാണ് ശരിക്കും അവൻ കിടന്ന് ഉറങ്ങുക. ഇവിടെ ശരിക്കും ഉറക്കം ഇല്ല എന്ന് തന്നെ പറയാം. എന്നാലും ഇപ്പോൾ ആരും ഇല്ലാത്ത കാരണം സൈലൻ്റ് ആകുമ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങും. പിന്നെ അവന് 2-3 ദിവസമായിട്ട് പെരുന്നാളിൻ്റെ തലേ ദിവസമൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും അവൻ ഓക്കെ ആയി. ആ ആൻറ്റിബയോട്ടിക് 3 ദിവസത്തെ ആൻറ്റിബയോട്ടിക്കോട് കൂടിയിട്ട് അവൻ ഓക്കെ ആയി. അതുകൊണ്ടാണ് ലീലാമിച്ച് പോയത്. അല്ലെങ്കിൽ ഞങ്ങൾ 2 ദിവസം കൂടി നിൽക്കുമെന്ന് പറഞ്ഞു. കാരണം ഡിവൈനൊരു ആശ്വാസമാവുമല്ലോ. ഡിവൈനും വയ്യാണ്ടിരിക്കുകയല്ലായിരുന്നേ. അന്നത്തെ ആ വെള്ളിയാഴ്ച വൈകുന്നേരം ഒന്ന് ആഞ്ഞു പിടിച്ച് ആഘോഷിച്ചതാണ്, ക്ലീനിങ് ആയതാണ്. അപ്പോൾ അത് പറ്റാണ്ട്. അപ്പോൾ അത് കണ്ടു മാലയിട്ടിട്ട് അവൻ സന്തോഷം കണ്ടു. ഭയങ്കര സന്തോഷമാണ്. മാലയും വളയും ഒക്കെ ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. വളയെങ്ങാനും ഊരിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ സമയം ഇങ്ങനെ ഇരിക്കാൻ പറ്റിയത് നമ്മളുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇന്ന് ഉച്ചയിലത്തേക്കും കൂടി കുറേശ്ശെ ഉണ്ട്. അപ്പോൾ ആദ്യം ഡിവൈൻ പറഞ്ഞു ഫ്രഷായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ എല്ലാതും അതെ, മീനായാലും ചിക്കനായാലും ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ നേരം കഴിക്കാനുള്ളത് തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് കഴിച്ച് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്ന് ഉച്ചയ്ക്കും ഞങ്ങളൊന്നും ചെയ്തില്ല. എനിക്ക് തോന്നുന്നു പെരുന്നാൾ കഴിഞ്ഞാൽ ഒട്ടുമിക്ക വീടുകളിലും ഇങ്ങനെയാണ്. പെരുന്നാളോ കല്യാണമോ എന്തെങ്കിലും വിശേഷങ്ങൾ നമ്മളുടെ വീടുകളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ഇങ്ങനെയാണ്. പിന്നെ പറയും അങ്ങനെ ചൂടാക്കി ഉപയോഗിക്കരുത്, ഇതാണെന്നൊക്കെ പറയും. അതിപ്പോൾ നമുക്കായാലും ആരോടെങ്കിലുമൊക്കെ പറയാം, അയ്യോ അങ്ങനെയാണോ ഞങ്ങളങ്ങനെ ചെയ്യില്ല. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും അത് ചൂടാക്കി കഴിക്കുക തന്നെ ചെയ്യുക. കാരണം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണ്, പിന്നെ കേടാവാത്ത സാധനമാണ്. അതൊക്കെ നമ്മളിങ്ങനെയാണ്. എനിക്ക് വേണമെങ്കിൽ പട്ടിക്ക് കൊടുക്കാം, പക്ഷെ ഞാനൊന്നും അത് ചെയ്യില്ല കേട്ടോ. നമ്മൾ മാക്സിമം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ, നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമില്ലാത്ത സാധനങ്ങളാണെങ്കിൽ നമ്മളത് കഴിക്കുക തന്നെ ചെയ്യണം. നമ്മൾ ഈ കാണിക്കുന്നതാണ് നമ്മുടെ മക്കളും കാണുക. നമ്മൾ എന്തെങ്കിലും ഒന്ന് ബാക്കി വന്നു, അയ്യോ അത് കഴിച്ചാൽ ഇങ്ങനെയാവും, അത് കഴിച്ചാൽ ഇങ്ങനെയാവും എന്ന് പറഞ്ഞിട്ട് നമ്മളത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നാളെ മേലാക്കം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണോ കാണിക്കുന്നത് അതാണ് ആ കുട്ടികളും കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തൊരു സാധനത്തിനും അത് വില നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനത്തിന് വില കാണണം. അപ്പോഴാണ് കുട്ടികൾക്കും അത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അവരും തിന്നണ സാധനങ്ങളൊന്ന് കടിച്ചിട്ട് എറിഞ്ഞ് കളയും. അപ്പോൾ അത് ചെയ്യാനായിട്ട് അനുവദിക്കരുത് നമ്മൾ കേട്ടോ. അങ്ങനെ ഡോൺ കുട്ടികളെയും കൊണ്ട് തോമൂനെയും കൊണ്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കിന്നൊന്നും വെക്കേണ്ടി വന്നില്ല എന്ന് നോക്കി, ഒക്കെ കുറേശ്ശേ ഉള്ളൂ.
മീനുണ്ട്, മീനിൻ്റെ കഷ്ണമില്ല, ചാറുള്ളൂ, മീനിൻ്റെ ചാറ്, ചിക്കൻ 2-3 പീസുണ്ട്, പിന്നെ നമ്മുടെ കാളനുണ്ട്, ബീഫുണ്ട്, സാലഡുണ്ട്. അപ്പോൾ ഇത്രയും ആകുമ്പോൾ തന്നെ ഇതൊക്കെ എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാളനൊന്നും കേടാവാത്ത സാധനം. ഇതാ കേക്കിൻ്റെ ഒരു പീസ് ബാക്കിയുണ്ട്. അപ്പോൾ ഇന്നത്തെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരുന്നാളാഘോഷത്തിൻ്റെ എല്ലാ സംഭവങ്ങളും അങ്ങോട്ട് കഴിയും. അപ്പോൾ എന്താ പറയുക, രാത്രി ഡിവൈൻ പറഞ്ഞു മതി, ഉച്ചത്തോട് കൂടിയിട്ട് മതിയാക്കാം മമ്മി, ഇനി. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഇതിൽ ബാക്കിയില്ല. അപ്പോൾ അതോട് കൂടിയിട്ട് ഉച്ചത്തോട് കൂടിയിട്ട് പെരുന്നാളാഘോഷത്തിൻ്റെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഡാഡി ഉച്ചയ്ക്ക് പോസ്റ്റിങ് കഴിഞ്ഞ് വന്നപ്പോൾ അതാ നമ്മുടെ കൊള്ളി വറുത്തത് കൊണ്ടതും. ഈ കൊള്ളി വറുത്തത് നമ്മുടെ തോമു പറയാം ലേസാന്നാണ്, ലേസ് പോലെയുണ്ട് അമ്മാമ്മയെന്ന് പറയും, മമ്മിയെന്ന് പറയും. കാരണം എന്താ വെച്ചാൽ അത്ര നൈസായിട്ടാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കടകളിൽ നിന്നല്ല, നമ്മൾ ഇങ്ങനെ യാത്ര പോകുമ്പോൾ വഴിയിൽ കണ്ടിട്ടുണ്ടാവില്ലേ, വണ്ടിയിൽ ഇങ്ങനെ അപ്പം തന്നെ ചീകി വറക്കുന്നത്, ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ അവർ കുറച്ച് ഉപ്പും കുറച്ച് മറ്റേ മുളക് പൊടി ഇട്ടൊന്ന് കുലുക്കിയിട്ടാണ് തരാം. അപ്പോൾ ഒരു ട്രിപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ വല്ലതും കാണാനിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറിക്കാൻ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഇത് വെച്ചപ്പോഴാണ് കണ്ടത് ചായപ്പൊടി ഒന്ന് പകർത്തണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് അമ്മമാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പണി കഴിഞ്ഞാൽ അടുത്ത പണി കയ്യോടെ കിട്ടും. വേണമെങ്കിൽ കണ്ടില്ല എന്ന് വയ്ക്കാം, പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ, നമുക്കത് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് എപ്പോഴും ഓരോ പണികൾ മുന്നിലുണ്ട്. അപ്പോൾ ഞാൻ ആ ചായപ്പൊടി അപ്പം തന്നെ പകർത്തി. ആ പകർത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോറ് മൂടി വെച്ചിട്ടില്ല എന്ന് കണ്ടത്. അപ്പോൾ ചോറൊന്നും മൂടി വെച്ച് അത് കഴിഞ്ഞ് നമ്മുടെ ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ച പാത്രങ്ങളുണ്ടായിരുന്നു. തോമുവിൻ്റെ മറ്റേ ടിഫിൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഡിവൈൻ. അപ്പോൾ അത് ഒതുക്കി വെച്ചു. അത് കഴിഞ്ഞ് നമ്മളുടെ ഈ കൊള്ളി വറുത്തത് ഒതുക്കി വെച്ചു. അപ്പോൾ ഇപ്പോൾ തോമുവിന് ഇഷ്ടമുള്ള കാരണം പാപ്പനും വാങ്ങിക്കാൻ ഇൻട്രസ്റ്റാണ്. അവൻ തിന്നണ കാണുമ്പോൾ, കുട്ടികൾ തിന്നണ കാണുമ്പോൾ നമുക്കത് വാങ്ങിക്കാനൊരു ഇഷ്ടമാണല്ലോ. അപ്പോൾ ശരിക്കും പറയാം തേക്കണ മേശത്തെ തിങ്ങിയിട്ട് നിൽക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം പറ്റിയെങ്കിൽ ഒതുക്കണം, അല്ലെങ്കിൽ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഒതുക്കാൻ പറ്റിയിട്ടോ. ഞാൻ രാത്രി ഇപ്പോൾ അത് ഒതുക്കിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ബോക്സ് ഡാഡിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല തോന്നുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം ഫ്രിഡ്ജിൽ ഓൾറെഡി ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പീസുണ്ട്, ഈ ഒരു പീസ് ആരെങ്കിലും എടുത്താൽ അതങ്ങോട്ട് കഴിയും. അങ്ങനെ എൻ്റെ എല്ലാം കഴിഞ്ഞ് കിച്ചൺ ഒതുക്കി അവിടെ പോകുമ്പോൾ സമയം 3 മണിയായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തുണികളും കൂടിയൊക്കെ എടുത്ത് മടക്കണം എന്നുണ്ട്. ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മടിയായി. മറ്റേ മെഡിസിൻസും കഴിക്കണം, പിന്നെ ഈ ഉറക്കക്ഷീണം കുറച്ച് ദിവസത്തേക്ക് നിൽക്കണ കാരണം മടിയായി. ഞാൻ എന്തായാലും ഉറങ്ങില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോയി ഇരുന്നത്. പക്ഷേ ഒരു 4:30-5 മണി വരെ ഞാൻ പിടിച്ചിരുന്നു കേട്ടോ, ഈ സാധനങ്ങളൊക്കെ ഒതുക്കി ഇതൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ കണ്ണടഞ്ഞു പോയി. കാരണം എല്ലാവരും കിടന്നുറങ്ങാണ്. അപ്പോൾ ഡാഡിയും അവിടെ കിടക്കുന്നുണ്ട്. ഡാഡിക്ക് എങ്ങനെയാ വെച്ചാൽ പകലിങ്ങനെ കിടക്കാനാണ് ഇഷ്ടം, ടി വി വെച്ചിട്ട് അവിടെ കിടക്കാനാണ് ഇഷ്ടം. ആ സമയത്ത് നമ്മുടെ പാച്ചുവിൻ്റെ വീഡിയോസ് അയച്ചതാണ് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കിടന്ന് കാണിക്കണുണ്ടോ, മണ്ണിൽ കിടന്ന് കുത്തി മറിഞ്ഞ്. അവിടെ പോയി കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ആകുമ്പോൾ എന്നെ ഭയങ്കര പേടിയാണ്, അപ്പാപ്പൻ വഴക്ക് പറയും. അവിടെ ആകുമ്പോൾ ആരും ഒന്നും പറയണില്ലല്ലോ, മണ്ണിൽ കിടന്നിട്ട് എന്താ പറയുക, നമ്മൾ പറയില്ലേ കൂന്ത് വിളയാടാന്ന് പറയില്ലേ, അതാണ് കിടന്ന് ചെയ്യണത് കേട്ടോ. പിന്നെ കുട്ടികളല്ലേ, എല്ലാത്തിലും കിടന്ന് കളിക്കണം. ഇവിടെ മണ്ണില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അവന് മണ്ണ് കാണുമ്പോൾ ഒരു പ്രത്യേക ഇൻട്രസ്റ്റാണ്. പിന്നെ അതുപോലെ ബീച്ചിൽ പോകാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മണ്ണ് വാരി കളിക്കാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡിംപിളിനോട് കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഡിവൈൻ നാളേക്കുള്ളത് കഷ്ണങ്ങൾ മറ്റേ സ്വിഗ്ഗി അല്ലല്ലോ ഇവിടെ എന്തിട്ടാ സംഭവം, അതിൽ നിന്ന് വാങ്ങിയിട്ടാ അവിയലിനുള്ള പീസുകളാണ്. അപ്പോൾ ഇത് കണ്ടോ, എല്ലാതും ഉണ്ട്. വെണ്ടക്ക, മറ്റേ ചേന, ബീൻസ്, ക്യാരറ്റ്. അപ്പോൾ അടിയിൽ മുരിങ്ങക്കായൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് ഒരു അവിയലിലേക്കുള്ള മറ്റേ എന്താ പറയുക കഷ്ണങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞതാ നടയിൽ സന്ധ്യ നേരത്താകുമ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക എല്ലാ വീടുകളിലും ഉള്ള പോലെ തന്നെയാണ്. അപ്പോൾ ചാക്കോച്ചനുള്ള ദിവസം എനിക്കത് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ, കാരണം അവന് ഇത് പറ്റില്ല, പുക പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് കാണിക്കുന്ന വെച്ചാൽ അവനൊന്ന് മാറിയതിന് ശേഷമാണ് ഞാൻ ഈ പരിപാടിക്ക് നിൽക്കാറുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും എൻ്റെ പരിപാടിക്ക് ഞാനിരുന്നു. കാരണം വലിയൊരു കുറച്ച് സെറ്റുകൾ എടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളുടെ ആൻറ്റിക്കിൻ്റെ പ്ലേറ്റ് ചെയ്തതാണ് കേട്ടോ. കണ്ടു, നല്ല ഭംഗിയുണ്ട്. ആൻറ്റിക്കിൻ്റെ പ്ലേറ്റ് ചെയ്താൽ കറക്റ്റ് ഗോൾഡ് പോലെ ആവും കേട്ടോ. അറിയാത്തവരുടെ അറിവിലേക്ക് പറയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പുറമേ നിന്ന് വാങ്ങിയ ചില മാലകളൊക്കെ ഉപയോഗിക്കാൻ പറ്റാണ്ടിരിക്കുന്നുണ്ടാവും. ആൻറ്റിക്കിൻ്റെയാണ്, കളറൊക്കെ ഒന്നും അല്ലാണ്ട്. അതൊന്നും നിങ്ങളൊന്നും നോക്കണ്ട. എനിക്ക്
മെസ്സേജ് ചെയ്താൽ മതി. എനിക്ക് അയച്ചു കഴിഞ്ഞാൽ ഒരു 80% സാധനങ്ങളും നമുക്ക് റീപ്ലേറ്റ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പുതിയ റിങ്ങുകൾ വന്നത്, ആ റിങ് മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്നതാണ്. ഇത് നല്ല ഭംഗിയുള്ള റിങ്ങാണ്. അതുമ്പോൾ തന്നെ 3 ഞാലിയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇന്നലെ ശരിക്കും ഡിമ്പിൾ ഇങ്ങനെ കുഞ്ഞു റിങ് നോക്കിയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല സ്റ്റോക്ക്. അപ്പോൾ ഇന്നലെ ഡാഡി പുതിയത് പ്ലേറ്റ് ചെയ്ത് കൊണ്ടിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസമായിട്ട് നമ്മൾ പെരുന്നാളായ കാരണമൊക്കെ പിന്നാക്കം വെച്ചേക്കായിരുന്നു. ഇതൊക്കെ കൊച്ചു റിങ്ങുകളാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ റിങ്. അത് കഴിഞ്ഞ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പ്ലെയിൻ റിങ്, ഒന്നുമില്ല, വെറുതെ ഒഴുക്കൻ റിങ്. പണ്ടത്തെ ഇത് മൂക്കുത്തിയായിട്ടും കൊണ്ടുപോകാറുണ്ട്, സെക്കൻഡ് സ്റ്റഡായിട്ട് കൊണ്ടുപോകാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ, കുഞ്ഞ് റിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെയുണ്ട് റിങ്ങിൻ്റെ അടിയിൽ ഇങ്ങനെ നമ്മുടെ ഇളക്കത്താലിയുടെ പോലെ ഇളകുന്ന ഒരു പാറ്റേൺ, ലവും പൂവും ഒക്കെ ആയിട്ട്. അതും ഈ പറഞ്ഞ പോലെ നല്ലൊരു ഐറ്റമാണ്. കണ്ടോ, നല്ല ഭംഗിയാണ്. ഒന്നുമേ ലവ് എന്ന് എഴുതിയേക്കണം, ഒന്ന് ഒരു തരം പൂവ് അടിയിൽ. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല ഭംഗി. തീരെ കനല്ല കേട്ടോ, വളരെ കനം കുറവാണ്. പക്ഷേ മറ്റേ ജിമിക്കുള്ളത് സാധാരണ ഇത്തിരി വലിപ്പമുള്ളവർക്ക് ഇടാനുള്ള, മറ്റേതൊക്കെ കുട്ടികൾക്ക് ഇടാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഓരോ സെക്ഷനായിട്ട് മാറ്റി വെച്ചു. പിന്നെ എനിക്ക് കുറച്ച് സെറ്റുകൾ എടുത്ത് വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ദേ നമ്മളുടെ സാരിമാലയല്ല, പക്ഷേ കസവുമാലയല്ല, ഇങ്ങനെ വീതിയുള്ള ഒരു തരം മാലയാണ്. അതിൻ്റെ കമ്മലല്ല, നമ്മൾ സെറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ കമ്മലും. അതിന് ഞാൻ നോക്കിയപ്പോൾ ഈ പ്ലെയിൻ വളയാണ് നല്ലത്, അല്ലെങ്കിൽ ബോളായിട്ടുള്ള വളകളാണ്. പക്ഷേ ഈ പ്ലെയിൻ ആകുമ്പോൾ പ്രായമായവർക്കൊക്കെ നല്ല ഭംഗിയിലിടാം. ഇത് നമ്മുടെ നെറ്റിൻ്റെ ബോൾ ചെയിൻ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട്, ഒരു കസ്റ്റമർക്ക് വേണ്ടി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ചെറുതുണ്ട് വലുതുണ്ട്. അപ്പോൾ ഇത് വലുതാണ്. ഞാൻ ആദ്യം ചെറുത് വെച്ച് നോക്കിയപ്പോൾ എനിക്കത് ഒരു ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരോട് ചോദിക്കുക പോലും ചെയ്യാണ്ട് ഞാനത് കുറച്ച് വലുത് നോക്കി വെച്ചു. അപ്പോൾ നമുക്കും അതെ, ഒരാൾക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഇടുമ്പോൾ അത് കാണുമ്പോൾ ഭംഗി വരുമ്പോൾ അത് ആ ഒരു ഭംഗി നമുക്കും ഒരു സന്തോഷം തോന്നണ്ടേ. അപ്പോൾ ഈ മാല നമ്മുടെ ഡിമ്പിൾ കഴിഞ്ഞ ആഴ്ച നമ്മളുടെ ഇതിനിട്ടുണ്ടായിരുന്നു, ഏതോ ഒരു പരിപാടിക്ക്, കല്യാണത്തിന്, ഷീതുവിൻ്റെ കല്യാണത്തിനാണ് തോന്നിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഒരു വെറൈറ്റി ഡിസൈനാണത്. വെറുതെ ഇങ്ങനെ വന്നിട്ട് അടിയിലൊരു ലോക്കറ്റ്, ടൈമാല എന്നാണ് പറയുക. അപ്പോൾ അതിന് മാച്ച് ചെയ്തിട്ട് ഇതാ ഈ വളയാണ് ഞാൻ വെച്ചത് കേട്ടോ, വൈറ്റും റൂബിയും ഡംബൽസ്. അപ്പോൾ ഇതാവുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ തന്നെ നെക്ലസിൻ്റെ കൂടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ല കനമുള്ള വളയാട്ടോ അത്, നല്ല ഒരു 3 പവനൊക്കെ തോന്നിക്കുന്ന ഒരു വളയാണ്. ഇത് നമ്മുടെ സിംഗപ്പൂറിൻ്റെ പണിയില്ലേ, ആ ഒരു പണിയാണ്, അധികം വെയിറ്റ് ഒന്നുമില്ല, അങ്ങനെയാണ്. അപ്പോൾ ഡിമ്പിൾ ഇങ്ങനെ ഒരു സെറ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. വള ഇതല്ല, വേറെ പാറ്റേൺ വളയായിരുന്നു. അവിടെ താഴെ ഇരിക്കണില്ലേ, ആ വളയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് ഒരു സെറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് റൂബി തന്നെ വന്നിട്ടുള്ളൂ കേട്ടോ, ഇതിൽ വൈറ്റ് ഒന്നും വന്നിട്ടില്ല. ഇത് അതുപോലെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു നെക്ലസ് ആയിരുന്നു ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെയിം സാധനം വേറൊരു ബ്രാൻഡഡ് ആൾക്കാർ ഇറക്കിയിട്ട് ഭയങ്കര നമ്മളുടെ പ്ലസ് 10,000 രൂപ അതുമ്പോൾ വിലയുണ്ടായിരുന്നു. പറഞ്ഞാൽ വിശ്വസിക്കില്ല. പക്ഷെ നമ്മൾ ആ സമയത്തൊക്കെ സ്റ്റാറ്റസിൽ രണ്ടും കൂടി കാണിച്ചിരുന്നു. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ്. കാരണം കുറേ പേർക്ക് നമ്മളുടെ ഓർണമെൻറ്റ്സ് എങ്ങനെയാണാവോ, എന്താണാവോ, വില കൂടുതലുണ്ടോ. കാരണം സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നവർക്ക് ഈ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും അറിയാണ്ടാവുമ്പോൾ നമ്മൾ ചില സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി കാണിക്കാറുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി ഒരാൾക്കുള്ളതാണ്. അപ്പോൾ അതിന് വള എല്ലാത്തിനും ഞാൻ എൻ്റെ ഇഷ്ടത്തിന്, അപ്പം നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അത് ഏറ്റവും ഭംഗി പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. കുറച്ചൊക്കെ സെലക്ട് ചെയ്തെങ്കിലും ബാക്കി ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് സെലക്ട് ചെയ്തതാണ്. ഇത് നമ്മുടെ മുല്ലമുട്ടിൻ്റെയും മാങ്ങയുടെയും ഇടയിലുള്ള ഒരു സംഭവമാണ്. അതിന് മുല്ലമുട്ടിൻ്റെ കമ്മലും നല്ല ഒരു വളയും കണ്ടു, നല്ല ഭംഗിയില്ലേ. ഇതൊക്കെ ട്രഡീഷണൽ സെറ്റും കൊണ്ടൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു പട്ട് സാരി കൊടുത്തിട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് എന്തോ ഇന്നത്തെ ദിവസം ഇതിങ്ങനെ ഓരോന്ന് സെറ്റായിട്ട് എടുത്ത് വെച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇത് കറുത്ത ഡംബൽസ്, ബ്ലാക്ക് ഡംബൽസ്, ഇത് വൈറ്റും, പിന്നെ അത് വേറൊരു വെറൈറ്റി. ഇതൊക്കെ എല്ലാത്തിൽ നിന്നും ഇങ്ങനെ നോക്കി സെലക്ട് ചെയ്ത് എടുത്തതാട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഡംബൽസിൻ്റെ ആ മാലയില്ലേ, അതിനുള്ള കമ്മലും മോതിരമാണ്. വള പിന്നെ മറ്റേതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സെറ്റ് എടുത്തിട്ട് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം. പിന്നെ നാളെ ഞാനിത് സ്റ്റാറ്റസ് ഇടും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, പിന്നെ കുറേ പേർക്ക് അറിയില്ല എന്ന് പറഞ്ഞു എങ്ങനെയാണ് ഇത് സ്റ്റാറ്റസ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്
നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ 8330023240 എന്ന നമ്പർ, ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് എനിക്കൊരു ഹായ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് റിസീവ് ചെയ്തിട്ട് ഞാൻ കോൺടാക്ട്സിൽ ആഡ് ചെയ്തോളാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ സ്റ്റാറ്റസും കാണാം. എല്ലാ ദിവസവും ഞാൻ സ്റ്റാറ്റസ് ഇടും. അപ്പോൾ നിങ്ങൾക്ക് അത് ഓരോ പാറ്റേൺ കാണാം. ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 80% സാധനങ്ങളും പ്ലേറ്റ് ചെയ്യാത്ത സാധനങ്ങളാണ് കാണുക. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ ഈ കളറെന്ന്. അത് പ്ലേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരിക. അപ്പോൾ ശരിക്കും ഗോൾഡിൻ്റെ കളറാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലതൊരു കറുത്ത കളറാവും, പലതും പല കളറിലായിട്ടാവും നിങ്ങൾ കാണാം. അപ്പോൾ അത് നിങ്ങൾ എന്നോട് ചോദിച്ചാലും മതി, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. അപ്പോൾ ദേ എൻ്റെ മോൻ പോണതിൻ്റെ മുമ്പ് ഗുഡ് നൈറ്റൊക്കെ പറയണം കേട്ടോ ചാക്കോച്ചൻ ഞാൻ പറഞ്ഞില്ലേ പാട്ടൊക്കെ പാടിയിട്ടൊക്കെയാണ് ഇപ്പോൾ പോണേന്നുള്ളത്. അപ്പോൾ തോമും പോവാ, ചാക്കോച്ചനും പോവാ, ഡിവൈൻ വേഗം കഴിച്ചു. ഇന്ന് ചപ്പാത്തിയും മറ്റേ ടൊമാറ്റോ ഫ്രൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ചെയ്യുമ്പോൾ ഡിവൈൻ അതിൻ്റെ പണിയിലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഡിവൈനോട് പറഞ്ഞു ഡിവൈൻ കിടന്നോ, എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറ്റ സ്ട്രെച്ചിൽ അത് എടുത്ത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്കത് അതിൻ്റെ ഇടയിൽ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഒന്നേന്ന് തൊട്ട് തുടങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു സംഭവം എടുക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് കഴിയുവോളം ഞാൻ ഒറ്റ ഇരിപ്പിരിക്കും. ഇനിയിപ്പോൾ നാളെയും ഇതുപോലെ ഉച്ച വരെ ഒന്ന് ഇരിക്കേണ്ട ഒരാവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സമയത്ത് ഞാൻ വിചാരിക്കും അയ്യോ ആരും വരല്ലേ. അതുപോലെ ഫോൺ സൈലൻ്റാണ്. ആരും അതിലേക്ക് ഈ നമ്പറിലേക്ക് ഫോൺ ചെയ്താൽ ഫോൺ എടുക്കില്ല കേട്ടോ. കാരണം ആ ഫോൺ സൈലൻറ്റിലാണ്. നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം, നമ്മൾ ഒരാളുടെ കോൾ എടുത്തു, പിന്നാലെ ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ പറഞ്ഞതൊന്നും ഓർമ്മയിലുണ്ടാവില്ല. കാരണം ഓർണമെൻറ്റ്സിൻ്റെ കാര്യങ്ങളാണ്. തിരിച്ച് മെസ്സേജ് അയച്ചാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭംഗി പോലെ കേൾക്കുകയും അതിനനുസരിച്ച് മറുപടി തരികയും ഫോട്ടോസ് കാണിക്കുകയും ഒക്കെ ചെയ്യാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും വിളിക്കരുത്. കുറേ പേര് ഇന്നും അതെ ഒരു 5-6 കോൾ ഞാൻ കണ്ടു പക്ഷേ ഞാൻ എടുത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരാളോട് സംസാരിച്ച് അടുത്ത ആളോട് സംസാരിച്ച് വരുമ്പോൾ എൻ്റെ ഒരു ദിവസം മുഴുവൻ പോവും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഫോൺ വിളിക്കരുത് നിങ്ങൾ കേട്ടോ. ഫോൺ സൈലൻ്റാണ്, കണ്ടാലും എടുക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒതുക്കാനായിട്ട് ഞാൻ ഡിംപിളാണ് സാധാരണ ഇതൊക്കെ ഒതുക്കി വെക്കാറ്. അപ്പോൾ കുട്ടി ഇന്നലെ പോയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഡാഡീനെ ഞാൻ വിളിച്ചു. ഡാഡി വന്ന് എനിക്ക് ആ കള്ളി മാത്രം ഒതുക്കാൻ ഒരാൾ മതി. കാരണം വാഷിംഗ് മെഷീൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ആഞ്ഞ് നിൽക്കുമ്പോഴേ നമ്മൾ ശരിയാവില്ല. അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ ഞാൻ തന്നെ ചെയ്തു. ഡാഡിയോട് അത് വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതൊക്കെ നമ്മളിങ്ങനെ കുറേ സെറ്റുകൾ ഇങ്ങനെ മുമ്പേ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ കുറേ മുമ്പത്തെ പാത്രങ്ങളാട്ടോ, ഒരു കേടുമില്ല. പിന്നെ നമ്മൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, സ്റ്റീലല്ലേ. അപ്പോൾ ഞാൻ വല്ല പരിപാടി വരുമ്പോഴാണ് ഡിംപിൾ ഓരോ സെക്ഷനായിട്ട് എടുക്കുക. ഒരിക്കൽ ബ്ലാക്ക് എടുത്തതെന്ന് വെച്ചാൽ ഒരിക്കൽ കോപ്പർ ബോട്ട് എടുക്കും, അല്ലെങ്കിൽ മറ്റേ ബോറൂസിലിൻ്റെ എടുക്കും, അല്ലെങ്കിൽ നമ്മുടെ വേറെ എടുക്കും. അങ്ങനെ സെക്ഷനായിട്ട് എടുക്കും മൂപ്പരേട്ട. അപ്പോൾ ഇപ്രാവശ്യം എടുത്തത് അപ്പോൾ പറഞ്ഞു കഴുകി വയ്ക്കാനായിട്ട് സുഖം സ്റ്റീലാണ്. മറ്റേതൊക്കെ എങ്ങനെ കഴുകിയാലും ഒരു എണ്ണമയം ബാക്കി നിൽക്കും. ഇത് സ്റ്റീലെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമാണ്. ഞാനും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, എപ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിലും എനിക്ക് സ്റ്റീലിൻ്റെ കിണ്ണാണ് ഇഷ്ടം. ആ കിണ്ണത്തിൽ കഴിക്കുമ്പോൾ എന്താ പറയുക, ഒരു സുഖമാണ്. പണ്ടത്തെ നമ്മൾ കുഞ്ഞിലെയൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കിണ്ണത്തിലല്ലായിരുന്നു. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ കവടി പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വൈറ്റ്. ഇപ്പോൾ വീണ്ടും ഒരിടയ്ക്ക് വന്നിരുന്നു, പിന്നെ അതങ്ങോട്ട് പോയി, അത് വല്ലാണ്ട് പോയില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെയാ വെച്ചാൽ കിണ്ണത്തിൽ കഴിക്കുമ്പോൾ നമ്മളുടെ വീടുകളിൽ പണ്ട് കുഞ്ഞിലെ അമ്മമാർ നമുക്കിങ്ങനെ ചോറൊക്കെ കോരി ഇങ്ങനെ ഉരുട്ടി വട്ടനെ വെച്ച് തരണതും അതിൽ നിന്ന് എടുത്ത് തിന്നണതും അപ്പുറത്തേക്ക് പോവില്ലല്ലോ. കിണ്ണത്തിൽ പ്ലേറ്റിലാകുമ്പോൾ ഇപ്പോഴത്തെ പ്ലേറ്റിൽ അങ്ങനെയല്ലല്ലോ. ഉണ്ടയൊക്കെ ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുണ്ട് താഴത്തേക്ക് വീഴും. അപ്പോൾ എനിക്ക് എപ്പോഴും ഇപ്പോൾ എന്തോ കുറേ നാളായിട്ട് എനിക്ക് തോന്നുന്നു വയസ്സായപ്പോൾ ചെറുപ്പം ഓർമ്മ വരാൻ തോന്നുന്നുണ്ട്. എനിക്ക് ഈ കിണ്ണത്തിൽ തിന്നാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഡാഡി പറഞ്ഞ ഒരു കട്ടൻ കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായി റോസ് പെറ്റൽസ് ഇട്ടിട്ടുള്ള ടീ, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതെടുത്തു. പാലൊന്നും കാച്ചാനും എടുക്കാനും ഒന്നും നിന്നില്ല. കുറേ നാളായിട്ട് ഇതും ചെമ്പരത്തി അങ്ങനെ അറിയാമല്ലോ നിങ്ങൾക്ക്, എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം ഞാൻ എന്തൊക്കെ ചായ ഉപയോഗിക്കാമെന്ന്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടു. ആദ്യം ഇട്ടപ്പോൾ വലിയ കളറില്ല, പിന്നെ തിളച്ച് കുറച്ചധികം നേരം തിളച്ച് കഴിയുമ്പോൾ ആ റോസ് പെറ്റൽസിൻ്റെ ആ കളറും അതിൻ്റെ എസൻസൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരും. അങ്ങനെ ഈ ഒരു കളറാവും കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാര ഓൾറെഡി ഇട്ടിട്ടാണ് ഇത് ആക്കുക. അപ്പോൾ ഇതിന് എക്സ്ട്രാ ചായപ്പൊടിയുടെ ആവശ്യമില്ല. ഓൾറെഡി ചായപ്പൊടിയിലാണ് ഈ പെറ്റൽസ് ഇട്ടിട്ടുള്ളത്. അങ്ങനെയാണ് വരണത്. അപ്പോൾ അങ്ങനെ കണ്ടോ, ഒരു 3-4 പെറ്റലുണ്ടായിരുന്നു, അതിൽ ഏതളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ
അത് കഴിഞ്ഞതാ ഇതാണ് അതിൻ്റെ കളറ് കേട്ടോ. നല്ല ഭയങ്കര മണം കേട്ടോ. നല്ല എന്താ പറയുക, റോസിൻ്റെ ഒരു എസൻസിൻ്റെ ഒരു മണമാണ്. എസൻസിൻ്റെ അല്ല, ശരിക്കും ഏതളിൻ്റെ മണം തന്നെയാണ്. ഇത് നിങ്ങൾക്കായാലും ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ചിലർ പറയും എയർ ഫ്രയറിലൊക്കെ ചെയ്യാമെന്ന്, പക്ഷേ ഞാനിത് വെയിലത്ത് വെച്ച് ഉണക്കിയത് തന്നെയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒന്നും ചേർത്തിട്ടില്ല, മണത്തിനോ എസൻസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ കംപ്ലീറ്റ് അങ്ങോട്ട് ഒതുങ്ങി കേട്ടോ. അത്ര മാത്രം വലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നാളേക്ക് വെച്ചു. പിന്നെ ഞാൻ ചോദിച്ചു, ഇതൊക്കെ നമ്മൾ ഒരു കാര്യവും നാളേക്ക് വെക്കാൻ പാടില്ല. നമ്മൾ കുട്ടികളോടൊക്കെ പറയും നാളേക്കൊന്നും വെക്കരുത്, എന്നിട്ട് നമ്മൾ നാളേക്കെല്ലാം വെക്കാമെന്ന് പറഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, പറ്റാവുന്ന പണികൾ പറ്റാവുന്ന സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ച് അവിടുത്തെ ഒതുങ്ങിയപ്പോൾ തന്നെ എനിക്ക് കുറേ ആശ്വാസം. ചെടി വെച്ചപ്പോൾ തന്നെ എനിക്ക് എന്തോ മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ട്, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അക്കി വിളിച്ച് ചോദിച്ചു ചെടി വേണോ, അവിടെ ഉണ്ട്. കാരണം കുറേ ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് സങ്കടം വന്നിട്ട് കൊടുത്തയച്ചല്ലോ. അപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാൻ ശരി നാളെ ഡാഡീനെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ നേരത്താണ് ഞാൻ തലയിൽ എണ്ണ ഇടാം കേട്ടോ. പകലിട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തോ പോലെ, എനിക്ക് കുളിക്കണതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഞാൻ ഇടാമെന്നുള്ളതാണ്. അപ്പം ഞാൻ എണ്ണയിട്ടിട്ടാണ് ഇനി ബാക്കി ഒതുക്കുന്നത്. അപ്പോഴാണ് ഞാൻ എഴുതാൻ നോക്കിയപ്പോഴാണ് ഞാൻ കലണ്ടർ മറച്ചിട്ടില്ല, പെരുന്നാളല്ലായിരുന്നേ. അങ്ങനെ ഞാൻ കലണ്ടർ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ മറച്ചിടുന്ന കലണ്ടറാണ് ഇങ്ങനെ എഴുതാനായിട്ട് നല്ലത്. പക്ഷേ ഇത് കീറി കളയണതാണ്. പക്ഷേ എനിക്കത് കീറി കളഞ്ഞാൽ നമ്മൾ എഴുതിയതിൻ്റെ ഗുണം പോവും. നമ്മൾ നാളെ മേലാക്കം എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ എഴുതി വെക്കുന്നത്. ഗ്യാസ് ആയാലും അല്ലെങ്കിൽ ആരെങ്കിലും വന്നത് അല്ലെങ്കിൽ പോയത്, അതൊക്കെ എന്തെങ്കിലും എഴുതി വെക്കാനാണ്. അപ്പം ഞാൻ വേഗം അത് മുകളിൽ വെച്ചിട്ട് മറ്റേ ഇത് വെച്ചിട്ട് അങ്ങോട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ അലമാരികളൊക്കെ തുറന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടച്ചു. അത് കഴിഞ്ഞിതാ നോക്കിയപ്പോൾ വീണ്ടും നമ്മുടെ റബ്ബർ ബാൻഡുകൾ അതുമോ വന്ന് തൂങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഇന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചു വേണ്ട, ഇന്നത്തെ ഒരു ദിവസം അവിടെ കിടക്കട്ടെ, നാളെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും നേരത്തിൽ ആൻറ്റി പറഞ്ഞതൊന്നും നാളേക്ക് വെക്കരുതെന്ന്. ഞാൻ വിചാരിച്ചു ഇത് കിടക്കട്ടെ നാളേക്ക്, ഇത് അത്ര വലിയ മോശമുള്ള കാര്യമല്ലല്ലോ, എടുത്തിട്ട് ആ പൗഡറിൻ്റെ ടിന്നിലേക്ക് ഇടല്ലേ വേണ്ടു, നാളെ ആവാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്നറിയോ, നിങ്ങളെ ക്ലോക്കിലേക്ക് നോക്കി സമയം എത്രയായിരുന്നു, ഇത്രയും സമയമായി. ഇനി എല്ലായിടത്തെയും ഞാൻ ഇതൊക്കെ എടുത്ത് പിടിച്ച് വന്ന് അത് കഴിഞ്ഞ് ഞാൻ വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ കുറേ സമയമാവും. ഇനിയിപ്പോൾ ഇതും കൂടെ ഒതുക്കണ്ടേ. കാരണം നമ്മളിങ്ങനെ ഇത് ഒതുക്കിയിട്ട് ഇതും കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാലേ നേരം വെളുക്കുവോളം ചെയ്യാനുള്ള പണികളുണ്ടാവും. അപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നത് കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അല്ലാത്തത് നമുക്ക് ഈ പറഞ്ഞ പോലെ നാളേക്ക് വെക്കാണ്ട് അപ്പം ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഡിമ്പിൾ സുഖമായിട്ട് അവിടെ ഇരിക്കണു, ഞങ്ങൾ സുഖമായിട്ട് ഇവിടെയും ഇരിക്കുന്നു. ഇത്രയേ ഉള്ളൂ വിശേഷം. അപ്പോൾ നമ്മളുടെ ഓർണമെൻറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമായിട്ടോ. ഞാനിപ്പോൾ എവിടെ ചെല്ലുമ്പോഴും എല്ലാവരും നമ്മുടെ ഓർണമെൻറ്റ്സിനെ കുറിച്ചാണ് പറയണത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നമുക്ക് നാളെ കാണാം. അതുവരയ്ക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.